ഇന്ന് റെഡിയാക്കിയെടുക്കുന്നത് ഒരു ഹോം മെയ്ഡ് ബ്രെഡാണ്. ഓവനുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ പെർഫെക്ഷനിൽ നല്ല ടേസ്റ്റോട് കൂടി ഇനി മുതൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോണതിന് മുമ്പ് മന്ന കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി ബ്രെഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് കുറച്ച് വലിയൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 2.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മൈദ നേരത്തെ ഒന്ന് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂണ് ഉപ്പ്, 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഞാനിവിടെ പാലിലോ ചൂടുവെള്ളത്തിലൊന്നും സോക്ക് ചെയ്ത് വയ്ക്കുന്നില്ല. ഇനി ഇത് കൈവച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി 1 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളമൊക്കെ ചേർത്തിട്ട് മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കയ്യിൽ നല്ല ഒട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നും, അത് കുഴപ്പമില്ല. അടുത്തതായിട്ട് കിച്ചണിലെ കൗണ്ടർ ടോപ്പ് നല്ല ക്ലീൻ ആയിട്ട് എടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതിയാകും. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഓയിലിന് പകരമായിട്ട് ബട്ടർ ഒഴിച്ച് കൊടുത്താലും മതി. ഇനി ഈ മാവ് കൈവച്ചിട്ട് ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നല്ലതുപോലെ കുഴച്ചെടുക്കണം. എത്രത്തോളം കുഴച്ചെടുക്കുന്നോ അത്രത്തോളം സോഫ്റ്റും പെർഫെക്റ്റുമായിട്ടുള്ള ബ്രെഡ് നമുക്ക് കിട്ടും. ഒട്ടൽ തോന്നി തുടങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ചും കൂടെ മാവ് ചേർത്ത് കൊടുക്കാൻ തോന്നും. അങ്ങനെ ചേർത്ത് കൊടുക്കരുത്. ഒട്ടൽ തോന്നുമ്പോൾ ഓയിൽ കുറച്ച് ഒഴിച്ച് മാത്രം കുഴച്ചെടുക്കാനേ പാടുള്ളൂ. ഇപ്പോൾ ഒട്ടലൊക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റ് ഡോ ആകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് മാവ് കുഴച്ചെടുക്കാൻ തുടങ്ങിയിട്ട്. കൗണ്ടർ ടോപ്പിലോ കയ്യിലൊന്നും ഇപ്പോൾ മാവ് ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി ഇതുപോലെ ഒരു 10 മിനിറ്റ് കൂടെ കുഴച്ചെടുക്കാം. ബ്രെഡ് ഉണ്ടാക്കാനുള്ള കറക്റ്റായിട്ടുള്ള ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ബൗളിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഈ ബൗളിലേക്ക് ഈ ഡോ വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ടും കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കണം. ഇനി ഈ മാവ് ക്ലീൻ ആയിട്ടുള്ള ടവൽ വെച്ചിട്ടോ പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടോ 1 മണിക്കൂറെങ്കിലും കവർ ചെയ്ത് മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും മാവ് പൊങ്ങി വന്നിട്ട് ഇതിൻ്റെ ഡബിൾ സൈസ് ആയിട്ടുണ്ടാകും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞു. തുറന്ന് നോക്കുമ്പോൾ മാവ് പൊങ്ങി വന്നിട്ട് ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇടിച്ചു കൊടുക്കാം.
വീണ്ടും കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് മാവ് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് കൂടി നല്ലതുപോലെ കുഴച്ചെടുക്കണം. മാവ് ഒരു 5-10 മിനിറ്റ് കൂടി നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ചിട്ടോ ചപ്പാത്തിക്കോല് വെച്ചിട്ടോ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ചെറുതായിട്ടൊന്ന് പരന്ന് വന്നു കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് ഇതുപോലെ വലിച്ച് എല്ലാ സൈഡും ഒരേ ലെവലാക്കി കൊടുക്കാം. ഇങ്ങനെ വലിക്കുമ്പോൾ നല്ലതുപോലെ വലിഞ്ഞ് കിട്ടണം, മുറിഞ്ഞൊന്നും പോകരുത്. അതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. ഇനി ഇത് ഇങ്ങനെ നല്ലതുപോലെ ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കണം. മാവ് ഇവിടെ നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ മാവിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്നും കൂടി ഒന്ന് വലിച്ച് ടൈറ്റാക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ബ്രെഡ് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ആ ടിന്നിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നല്ലതുപോലെ കൈകൊണ്ടൊന്ന് ഒതുക്കി കൊടുക്കാം. ഈ ഒരു ടിന്നിലാണ് ഞാൻ ബ്രെഡ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഈ ഒരു ടിന്നിന് 130 രൂപയാണ് വില. കേക്കിൻ്റെ പാത്രങ്ങൾ മാത്രം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥലത്തു നിന്ന് വാങ്ങിച്ചതാണ്. പുറത്ത് കടയിൽ ഇതിന് 235 രൂപയാണ് വില പറഞ്ഞത്. ഇതിൻ്റെ അടപ്പിലും കൂടെ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം ബ്രെഡിൻ്റെ ഡോ ഈ ടിന്നിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം എല്ലാ സൈഡും നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ബ്രെഡ് ഇപ്പോൾ ബേക്ക് ചെയ്തെടുക്കുന്നില്ല. 45 മിനിറ്റ് ഇത് അടച്ച് വെച്ചിട്ട് മാറ്റി വയ്ക്കാം. 45 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ മാവ് ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ടാകും. 45 മിനിറ്റ് കഴിഞ്ഞു നോക്കുമ്പോൾ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഓയിലിന് പകരമായിട്ട് മെൽറ്റ് ചെയ്ത ബട്ടർ തേച്ച് കൊടുത്താലും മതി. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലാത്തവർ ഒരു ഇഡ്ഡലി പാത്രത്തിൽ 2 കപ്പ് ഉപ്പിട്ട് കൊടുക്കുക. അതിന് മുകളിൽ ഒരു ചെറിയ തട്ടും കൂടെ വെച്ച് കൊടുക്കണം. പാത്രം അതിനുശേഷം അടച്ച് വെച്ചൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അതിന് മുകളിലായിട്ട് ബ്രെഡിൻ്റെ ടിന്നിറക്കി വെച്ചിട്ട് 35 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്താൽ മതി. 40 മിനിറ്റ് കഴിഞ്ഞു. ബ്രെഡ് ബേക്കായി കിട്ടിയിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് 40 മിനിറ്റ് കൊണ്ടായിട്ടാണ് ബേക്കായി കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ബ്രെഡ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു നൈഫ് വെച്ചിട്ട് സ്പാച്ചുല വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ വിടിയിപ്പിച്ചെടുക്കുന്ന ഈ ഒരു സമയത്ത് സൈഡിൽ നിന്ന് വിട്ടു പോരുന്നില്ലെന്ന് തോന്നിയാൽ ആ നൈഫിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം വിടിയിപ്പിച്ചെടുത്താലും മതിയാകും. ബ്രെഡ് പ്ലേറ്റിലേക്ക് മാറ്റി നോക്കാം. അടിഭാഗമൊന്നും ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. തൊട്ട് നോക്കുമ്പോൾ ബ്രെഡ് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫിയാണ്. ഇനി നമുക്ക് ഈ ബ്രെഡൊന്ന് മുറിച്ച് നോക്കാം. ഇനി മുതൽ ആരും കടയിൽ നിന്നൊന്നും പോയി ബ്രെഡ് വാങ്ങിക്കണ്ട കേട്ടോ. എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം എല്ലാവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. വേറൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.